വാനില. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 20 കൊല്ലത്തോളമായി എന്നാണ് എൻ്റെ ഓർമ്മ, ധാരാളം വാനില ചെടികൾ വളർത്തിയിരുന്നു. അന്ന് താരതമ്യേന വിലയുണ്ടായിരുന്നു. പിന്നീട് വിലയെല്ലാം പോയി, ചെടികൾ നശിച്ചു, വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതി വരെ. 2 കൊല്ലം മുൻപ് എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് വാനിലവള്ളി കാണാനിടയായി. അവിടുന്ന് ഞാൻ ഏതാനും മീറ്റർ വാനില നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ കുറച്ച് ചെടികൾ വളർന്നു വരുന്നുണ്ട്. വേനൽക്കാലം കഴിഞ്ഞിട്ട് വരുന്ന പുതുമഴ പെയ്യുന്ന സമയത്താണ് വാനില ചെടികൾ പുഷ്പിക്കാറ്. അടുത്ത കൊല്ലം പുഷ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഏതാനും ചെടികൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് പറയാം. വാനില ചെടിയുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ചെടികൾ സ്വയം കായ്കൾ ഉണ്ടാവുന്നില്ല. പരാഗണം കൃത്രിമമായിട്ട് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ ചെടികൾ കായ്കൾ ഉണ്ടാവുകയുള്ളൂ. രാത്രിയിൽ വിരിഞ്ഞിരിക്കുന്ന പൂക്കളെല്ലാം അതിരാവിലെ തന്നെ പരാഗണം ചെയ്യാൻ തുടങ്ങണം. ഉച്ചയ്ക്കോട് കൂടിയിട്ട് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ചെടികളെല്ലാം വാടിപ്പോവും, പൂക്കൾ വാടിപ്പോവും. പച്ച ബീൻസ് പാകമായി കഴിയുമ്പോൾ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഉണക്കിയും വിൽക്കാൻ പറ്റുന്നതാണ്, നല്ല വില കിട്ടും. കുറച്ച് നാളുകളായി വാനില ബീൻസ് ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾ വരുന്നുണ്ട്. ഒരു ബീൻസിന് 100 രൂപ വരെ വില കാണുന്നുണ്ട്. ഇത് വളർത്താനായിട്ട് അധികം സ്ഥലമൊന്നും ആവശ്യമില്ല. 1 സെൻറ്റ് സ്ഥലം ഉള്ളവർക്ക് പോലും ഇത് ഒരു രസകരമായി വളർത്താവുന്ന ഒരു ചെടിയാണ്. പക്ഷേ വില ഉണ്ടായിരിക്കണമെന്ന് മാത്രം. കാരണം ഇതിന് മെനക്കിടുന്ന സമയത്തിന് തുല്യമായ ഒരു പ്രതിഫലം കിട്ടണമെന്ന് മാത്രം. വാനിലയിൽ നിന്നും എടുക്കുന്ന എസൻസിനാണ് വിലയുള്ളത്. നാച്ചുറലായിട്ടുള്ള എസൻസ് വിദേശ രാജ്യങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന എസൻസ് എല്ലാം കൃത്രിമമായിട്ടുള്ളതാണ്. അതിന് വിലയും കുറവാണ്. എല്ലാം വാനില എസൻസ് പലതരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നുണ്ട്. കേക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള കൺഫെക്ഷണറീസിലെല്ലാം വാനില എസൻസ് വളരെയധികം അത്യാവശ്യമുള്ളൊരു സാധനമാണ്.